പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 അടുത്ത പാർട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 10th പാർട്ട് വരെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ 100th പാർട്ടിൻ്റെ വീഡിയോ കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഈ 100th പാർട്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് കണ്ട് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് കാണുക. ഞാൻ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഈ പോർഷനിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, 100th പാർട്ട്. 10th പാർട്ടെന്ന് വെച്ചാൽ എന്തായിരുന്നു? 10th പാർട്ടെന്ന് വെച്ചാൽ ഒരു യൂണിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 0 to 1 വരെ ഒരു യൂണിറ്റാണ്. അതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 10th പാർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഓരോ ചെറിയ വരകളും എന്താണ്? 1/10കളാണ്. അതായത് ഈ ഒരു യൂണിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 1/10, അടുത്തത് 2/10, അടുത്തത് 3/10, ഇങ്ങനെ 9/10, 10/10. 10/10 ആണ് 1 ആയിട്ട് വരിക. മനസ്സിലായല്ലോ? ഇതാണ് 10th പാർട്ട് എന്ന് പറയുന്നത്. ഇനി 100th പാർട്ട് നോക്കിയേ. ദ ലെങ്ത് ഓഫ് എ ഷീറ്റ് ഓഫ് പേപ്പർ വാസ് 8, 9, 10th യൂണിറ്റ്സ് വിച്ച് ക്യാൻ ഓൾസോ ബി റീഡ് ആസ് 8 യൂണിറ്റ്സ് ആൻഡ് 9 1/10. ഇറ്റ് ഈസ് ഫോൾഡഡ് ഇൻ ഹാഫ് അലോങ് ഇറ്റ്സ് ലെങ്ത്. വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത് നൗ? അപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫിഗർ ഉണ്ട്, നോക്കിയേ. 9 വരെ ഇല്ല, 9ൻ്റെ തൊട്ട് മുമ്പത്തെ പോയിൻ്റ് വരെ ഉള്ളൂ അല്ലേ. അപ്പോൾ മുഴുവനായിട്ടും 8 യൂണിറ്റ്സ് ഉണ്ട്. 8 യൂണിറ്റ്സ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ഈ 8ൻ്റെയും 9ൻ്റെയും 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അതിൽ 9ാമത്തെ വരെ ഉള്ളൂ പേപ്പറിൻ്റെ ലെങ്ത്. അപ്പോൾ അതെന്താണ്? 1/10ൻ്റെ 9 പാർട്സ് വരെ ഉള്ളൂ. അതുകൊണ്ടാണ് 1/10ൻ്റെ 9 പാർട്സ് വരെ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ 9/10th യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 8 യൂണിറ്റ്സും 9/10th യൂണിറ്റ്സുമാണ് ഈ പേപ്പറിൻ്റെ ലെങ്ത്. ഈ പേപ്പറിനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേപ്പറിൻ്റെ ലെങ്ത് എന്തായിരിക്കുമെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പേപ്പറിൻ്റെ ലെങ്ത് 8 യൂണിറ്റ്സും 9/10th യൂണിറ്റ്സും ആണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ കറക്റ്റ് ഹാഫായിട്ട് മടക്കി കഴിഞ്ഞാൽ 8 യൂണിറ്റ് എന്താവും? 4 യൂണിറ്റ് ആവും. ഇനി നോക്കിയേ, ഇവിടെ 9/10ന് പകരം 8/10 ആയിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 4/10 എന്ന് എഴുതാമായിരുന്നു ഹാഫ് എടുക്കുമ്പോൾ അല്ലേ. പക്ഷേ ഇവിടെ 9/10 ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊരു മെഷർമെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ ലെങ്ത് എന്തിൻ്റെയൊക്കെ ബിറ്റ്വീൻ ആയിരിക്കും? വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് 4/10നും 5/10നും ബിറ്റ്വീൻ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ 9/10 ആയതുകൊണ്ട് നമുക്ക് ഹാഫായിട്ട് മടക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നമുക്കതിനെ എക്സാക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്തിൻ്റെയൊക്കെ ബിറ്റ്വീൻ ആയിരിക്കും? 4/10നും 4/5 ബിറ്റ്വീൻ ആയിരിക്കും ഈ നമ്മൾ ഹാഫായിട്ട് മടക്കിയ പേപ്പറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിത് പിക്ചറിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലെങ്ത് 8, 9, 10 ആയിരുന്നു. ഇതിനെ മടക്കി കഴിഞ്ഞപ്പോൾ എവിടെയാണ് വന്നത്? 4/10നും 4/5 ബിറ്റ്വീനാണ് നമ്മുടെ പേപ്പറിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, വി കനോട്ട് സ്റ്റേറ്റ് ഇറ്റ്സ് എക്സാക്ട് മെഷർമെൻറ്റ് സിൻസ് ദർ ആർ നോ മാർക്കിംഗ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് എന്തില്ല? മാർക്കിംഗ് ഇല്ല. നിങ്ങളുടെ സ്കെയിൽ എടുത്ത് നോക്കിയാൽ അറിയാം, ഓരോ സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് 10 കുഞ്ഞു വരകളുണ്ട്. ആ കുഞ്ഞു വരകളുടെ ഇടയ്ക്ക് എന്തില്ല? മാർക്കിംഗ് ഇല്ല. ഇത് കണ്ടോ, 4 തൊട്ട് നിങ്ങളുടെ സ്കെയിലിലുള്ള ആ കാര്യം എന്താ ഇവിടെ എല്ലാവരും ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. 4 തൊട്ട് 5 വരെയുള്ള യൂണിറ്റാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ കുഞ്ഞു വരകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 4 1/10, 4 2/10, 4 3/10. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കുഞ്ഞു വരകളെ 1/10 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ വരകളും എന്തായിട്ട് മാറും? 4 1/10, 4 2/10, 4 3/10, 4 4/10, 4 5/10 അങ്ങനെ പോകും. ആ കുഞ്ഞു വരകളുടെ ഇടയ്ക്ക് മാർക്കിംഗ് ഇല്ല. അതാണ് ഇവിടെ കാണുന്നത്. 4 4/10നും 4 5/10നും ഇടയ്ക്ക് എന്തില്ല?
മാർക്കിംഗ് ഇല്ല. ഏർലിയർ വി സ്പ്ലിറ്റ് എ യൂണിറ്റ് ഇൻറ്റു 10 1/10 ടു മെഷർ സ്മോളർ ലെങ്ത്. അപ്പം ഇതിന് മുമ്പ് നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ സ്മോളർ ലെങ്തിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു യൂണിറ്റിനെ 10 1/10 സ്പ്ലിറ്റ് ചെയ്തിരുന്നു അല്ലേ. അതാണ് ഞാൻ മുകളിൽ നിങ്ങളോട് ഇവിടെ പറഞ്ഞത്. ഇതാ ഇവിടെ ഒരു യൂണിറ്റിനെ നമ്മൾ 10 1/10 സ്പ്ലിറ്റ് ചെയ്തിരുന്നു. വി ക്യാൻ ഡു സംതിങ് സിമിലർ ആൻഡ് സ്പ്ലിറ്റ് ഈച്ച് 1/10 ഇൻറ്റു 10 പാർട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ 1 യൂണിറ്റിനെയാണ് 1/10 10 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇവിടെ നമുക്ക് 1/10 ഒരു പാർട്ടിനെ നമുക്ക് എന്തായിട്ട് ചെയ്യാൻ പറ്റും, 10 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇതെല്ലാം 1/10 ഈ എൻലാർജ് ചെയ്ത് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ 1/10 വീണ്ടും 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിനെ 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇവിടെ 10 പാർട്ടായി. ഇതിനെ 10 ആയിട്ട് ചെയ്യുമ്പം ഇവിടെ വീണ്ടും 10, ഇവിടെ വീണ്ടും 10, ഇവിടെ വീണ്ടും 10. അങ്ങനെ 10കൾ എത്ര ഉണ്ട്, 10 അല്ലേ. 10 പാർട്സ് ഉള്ളത് കൊണ്ട് 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന 10 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും, 100 വരും. അപ്പോൾ 4 തൊട്ട് 5 വരെ എത്ര സ്മോൾ പാർട്സുകൾ വരും, 100 സ്മോൾ പാർട്സുകൾ വരും. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് സ്മോളർ പാർട്ട്, ഹൗ മെനി സച്ച് സ്മോളർ പാർട്സ് മേക്ക് എ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഇതുപോലത്തെ എത്ര സ്മോൾ പാർട്ടുകൾ ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റിനകത്ത് ഇതുപോലത്തെ എത്ര സ്മോളർ പാർട്സുകളുണ്ട്, 100 എണ്ണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു 1/10 പാർട്ടിനെ നമ്മൾ 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതേപോലെ 10 ആയിട്ട് 10 1/10 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്ര എണ്ണം വരും, 100 സ്മോളർ പാർട്സുകൾ വരും. ഓക്കെ, ആസ് ഷോൺ ഇൻ ഫിഗർ ബിലോ ഈച്ച് 1/10 ഹാസ് 10 സ്മോളർ പാർട്സ്. അതാണ് ഒന്നുകൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഓരോ 1/10 10 സ്മോളർ പാർട്സുകളുണ്ട്. അതായത് 4നെയും 5നെയും എന്താണ് 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ്. ഇതാണ് നിങ്ങളുടെ സ്കെയിലിൽ കാണുന്നത് 1/10 ആൻഡ് ദർ ആർ 10 1/10 in a unit, therefore there will be 100 smaller parts in a unit. അപ്പോൾ ഇവിടെ 10 1/10 ഉള്ളത് കൊണ്ട് ഈ ഓരോ 1/10 നമ്മൾ 10 ഈക്വൽ സ്മോളർ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് മൊത്തം 100 സ്മോളർ പാർട്സുകൾ ഒരു യൂണിറ്റിനകത്ത് ഉണ്ട്. therefore 1 parts length will be 1/100 of a unit. അപ്പോൾ ഈ ഒരു യൂണിറ്റിനകത്തെ ഒരു പാർട്ടെന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, 1/100 ഓഫ് എ യൂണിറ്റ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ആദ്യം നമ്മൾ 1 യൂണിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിലെ ഒരു പാർട്ടെന്ന് പറയുന്നത് എന്തായിരുന്നു, 1/10 ആയിരുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ 1/10നെയും 2/10ൻ്റെയും ഇടയ്ക്കുള്ള ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഓരോ 10 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ അപ്പോൾ ഒരു യൂണിറ്റിനകത്ത് വരുമ്പം മൊത്തം 100 സ്പ്ലിറ്റ്സ് വരും അല്ലേ. അപ്പോൾ ഇതിലെ ഓരോ കുഞ്ഞു മാർക്കിങ്ങും എന്തായിരിക്കും, 1/100 ഓഫ് യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിൻ്റെ 1/100 ആയിരിക്കും ഓരോ പാർട്ടുകളും. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ? റിട്ടേണിങ് ടു അവർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഫോൾഡഡ് പേപ്പർ. അപ്പോൾ നമ്മുടെ ഫോൾഡഡ് പേപ്പറിൻ്റെ ലെങ്ത് എന്തായിരിക്കുമെന്ന് ഇനി നിങ്ങൾക്ക് പറയാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു 4 4/10 4 5/10 ഇടയ്ക്കാണ് നമ്മുടെ പേപ്പറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ തൊട്ട് ഇവിടെ വരെ 4 4/10 ഉണ്ട് എന്ന് പറഞ്ഞു. ആ 4 4/10 4 5/10 കറക്റ്റ് മിഡിലിലാണ്. അപ്പം എത്ര സ്പ്ലിറ്റിംഗ് ഇവിടെ വരും, ഇതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4/10 തൊട്ട് മിഡിൽ വരെ 5 സ്പ്ലിറ്റിങ്സ് വരുന്നിടത്താണ് കറക്റ്റ് സെൻറ്റർ വരുന്നത്. ഓരോ ചെറിയ സ്പ്ലിറ്റിങ്ങും എന്താണ് 1/100 പാർട്ടാണ്. അതേപോലത്തെ 5 എണ്ണമുണ്ട്. അപ്പോൾ എന്ത് വരും, 5/100 എന്ന് വരും. അപ്പോൾ ഈ പേപ്പറിൻ്റെ ലെങ്ത് എന്ത് വരും, 4 യൂണിറ്റ്സ് ആൻഡ് 4 1/10 ആൻഡ് 5 100 യൂണിറ്റ്സ്. പേപ്പറിൻ്റെ ലെങ്ത് എന്താണെന്ന് മനസ്സിലായല്ലോ. 4
4/10 അടുത്ത 5 കുഞ്ഞു വരകൾ എന്ന് പറയുന്നത് 1/100 ആയിട്ട് 1/100ൻ്റെ 5 എണ്ണമാണ്. അപ്പോൾ 500. നോക്കിയാൽ ഹൗ മെനി 100s മേക്ക് 1/10? അപ്പോൾ 1/10 എന്ന് പറയുന്നത് എത്ര 100s ആണ് എന്ന് പറയണം. ഈസി ആയിട്ട് പറയാമല്ലോ. മുകളിൽ പറഞ്ഞു 1/10നെ, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ 1/10 ആണല്ലേ. ഈ ചെറിയ വര 1/10 ആണ്. ഒരു യൂണിറ്റിനെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ ഓരോ പാർട്ടുകളും 1/10കളാണ്. അപ്പോൾ ഈ 1/10 എന്ന് പറയുന്നത് 100ൻ്റെ എത്ര 100കൾ ചേർന്നിട്ടാണ് എന്ന് പറയണം. എത്രയാണ്? ഇവിടെ തൊട്ട് ഇവിടെ വരെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്രയാണ്? 10 ആണ്. 10 100s മേക്ക് 1/10. Can we also say that the length is 4 units and 45 100s? അപ്പോൾ ഈ ലെങ്തിനെ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ? 4 units and 45 100s എന്ന് പറയാനായിട്ട് സാധിക്കുമോ? പറ്റുമല്ലോ. നമ്മുടെ പേപ്പറിൻ്റെ ലെങ്ത് ഇവിടെ വരെ 4 യൂണിറ്റ് ആണ്, പിന്നെ ഇവിടെ വരെയാണല്ലേ. അപ്പോൾ ഓരോന്നും 1/100 ആണെങ്കിൽ ഇവിടെ വരുമ്പം 10/100, 20/100, 30/100, 40/100, പിന്നെ 5 കൂടെ ആകുമ്പം 45/100. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 445/100s എന്ന് നമുക്ക് ഈ യൂണിറ്റിനെ പറയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? യെസ് എന്ന് പറയാം.